നമ്മളെ പലർക്കും എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിക്കണ നമ്മുടെ മനസ്സാണല്ലേ. പക്ഷേ ആ മനസ്സ് പലപ്പോഴും നമ്മളെ പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും തോന്നാം ഞാൻ നിരുത്സാഹപ്പെടുത്തുക എന്ന് തോന്നരുത്. കാരണം പല ജീവിതങ്ങൾ കണ്ടതുകൊണ്ടും പല മെസ്സേജ് വായിച്ചതുകൊണ്ടും പലരും ഫോൺ വിളിച്ച് പറയുന്നതുകൊണ്ടും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുടുംബത്തിലോ ഒക്കെ നടക്കുന്ന സംഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാട്ടോ ഞാനിത് പറയുന്നത്. നമുക്ക് പലർക്കും പലരെ സഹായിക്കാൻ ഒരു മെന്റാലിറ്റി ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. വരവറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയണം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതൊന്നുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനസ്സോടുകൂടി വീട്ടിലുള്ള എന്നാന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടിയാൽ അന്ന് അത് മൊത്തം ചിലവാക്കും. ബിസിനസ്സിലൂടെ എന്തെങ്കിലും പൈസ കിട്ടിയാൽ അത് ചിലവാക്കും. മറ്റുള്ളവരെ സഹായിച്ച് 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 അവനവൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കുക എന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ ആക്കുന്ന ഒത്തിരി ഭർത്താക്കന്മാരും ഉണ്ട്, ഒത്തിരി സഹോദരങ്ങളും ഉണ്ട്. അവരുടെ വീടിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. എന്നാൽ തന്നെ ആശ്രയിച്ചു വന്ന ഒരു ഭാര്യയുണ്ടെന്നോ തനിക്ക് 2-3 മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു കൊച്ചുണ്ടെന്നോ തൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെന്നോ ഒന്നും അവർ ചിന്തിക്കാറേയില്ല. അവർ മറ്റുള്ളവരെ, അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കുക എന്നാണോ അതോ എന്നാ പറയണേ, അതിനെന്താ പറയുന്നതെന്ന് എനിക്കും അറിയത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഒരാളായി ജീവിക്കാനായിരിക്കും അവർ വേണ്ടി സഹായി എന്നുള്ള ഒരു പേരിലേക്ക് അവരെ കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എങ്കിലും അവരിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവരുടെ ജീവിതം അവസാനം കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി പേരുണ്ട് ഇങ്ങനെയുള്ളവർ. പക്ഷേ പല കുടുംബക്കാരും അതൊന്നും പുറത്തു പറയില്ല. കാരണം അവരത് സഹിച്ചുകൊണ്ടിരിക്കും. പല സ്ത്രീകളും ഇത് പറയാൻ മടിയാണ്. ചിലരത് തുറന്നു പറയും. ചിലർ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയ ശേഷം തുടക്കത്തിലാണെങ്കിൽ അവർ തമ്മിലൊരു കശപിശ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് ഡൈവോഴ്സിലേക്കായി പോവും. ചില ഭാര്യമാർ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരത് സഹിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് അവർ നമുക്ക് 2 മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ടല്ലോ അവരെ നോക്കി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാം എന്ന് പറയും. അങ്ങനെ അത് സഹിച്ച് ജീവിക്കും. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഭർത്താവ് അന്വേഷിക്കും. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ഭാര്യ എങ്ങനെയാണ് ജീവിക്കണേ, അവർക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ അവരുടെ മക്കളെ പഠിപ്പീര്, അവരുടെ വീട് വെച്ച് കൊടുക്കൽ, അവർക്ക് എന്നാന്ന് പറയുക ധനസഹായം നൽകൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ചില പിള്ളേരെയൊക്കെ ഏറ്റുപിടിച്ച് ചിലരുടെ കല്യാണം നടത്തൽ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ അയാളുടെ വീട് പട്ടിണിയിലാകുന്ന കാര്യം അയാൾ അറിയേയില്ല. അവസാനം ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളിപ്പോൾ സഹായിക്കുന്ന ആ കുടുംബത്തിന് അവർക്കുമുണ്ട് സുഹൃത്തുക്കൾ, അവർക്കുണ്ട് ബന്ധുക്കൾ, അവർക്കുണ്ട് സാമൂഹ്യ എന്തെങ്കിലും ഒരു സംഘടനക്കാർ ആ നാട്ടിലുണ്ട്. അവരോട് സഹായം അഭ്യർത്ഥിക്കാതെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ സഹായം ചോദിക്കുമ്പോൾ അവരും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ, അയാൾക്കും ഒരു കുടുംബമുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കും ജീവിക്കണ്ടേ എന്നുള്ള ചിന്തിക്കണ്ടേ. ചില ഭർത്താക്കന്മാർക്കുണ്ട് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ 30-ാം തീയതി ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ കയ്യിൽ ഫുൾ ശമ്പളവും തീർന്ന് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് കടം മേടിക്കുന്നവരും കൂടെയുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. കാരണം 30-ാം തീയതി ഒരു 15-ാം തീയതി കഴിയുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, പറയും കൈ പൈസ ഇല്ല എന്ന് പറയും. ഈ പൈസയൊക്കെ എവിടെ പോകണമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവർക്കൊരു സേവിങ് കാണില്ല. അവർക്ക് ഭാര്യയുടെ കയ്യിൽ ഒരു പൈസയും കൊടുക്കാറില്ല. കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ സാധിക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാവോ. സുഖമായിട്ട് ആ മക്കൾക്ക് ഒരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാവോ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പ്രതികരിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ജീവിതം എന്തെന്ന് നരകതുല്യമായ ജീവിതമാണെന്നറിയാവോ. അവനവൻ്റെ വീടും അവനവൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവനവനെ മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ജീവിതങ്ങളുണ്ടല്ലോ, ഭയങ്കര ദുരിതം പിടിച്ച ജീവിതമായിരിക്കും. ശരിക്കും പറഞ്ഞ് ഇവർ പൊതുസമൂഹത്തിൽ വീട്ടിലുമൊക്കെ ഭയങ്കര മാന്യന്മാരും ഭയങ്കര സ്നേഹമുള്ളവരും ഒക്കെ ആയിരിക്കാം, സംഗതി ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമ്മളെ വിശ്വസിച്ച് വന്ന ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ചിന്തയും മക്കളെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യണമെന്ന് ഇവർ ചിന്തിക്കുന്നേയില്ല. എത്ര കുടുംബങ്ങളാണെന്നറിയാം ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുന്നത്. അവരുടെ വീട്ടിലെ ഒരു കാര്യങ്ങൾ നടക്കണില്ല. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കുന്നില്ല. അവർക്കൊരു നല്ല സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു വസ്ത്രം മേടിക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ ഒരു ആഭരണം ഇല്ല. എല്ലാം കൊണ്ട് ഈ ദാനം കൊടുത്ത് തീർത്തു വെച്ചേക്കുന്ന അവസ്ഥകളിലേക്ക് എത്ര ലക്ഷം രൂപ കിട്ടിയാലും ഇവർക്ക് ഒരു നിമിഷം പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരോട് മേടിച്ച് കൊടുക്കണ്ടേ.
ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടുന്ന് ഇവിടുന്ന് എല്ലാം പണം കടം മേടിച്ചിട്ട് ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ കിട്ടുന്ന പൈസ ഇച്ചിരി അധികം തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് തീർക്കുകയാണ്. എന്നാൽ ആ പൈസയൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് എടുക്കാൻ പാകത്തിനൊന്നും ഇവർ സൂക്ഷിക്കുന്നേയില്ല. ഇങ്ങനെയുള്ള ഒത്തിരി കുടുംബാംഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ വരവറിഞ്ഞ് ചിലവാക്കണം എന്നൊന്ന് പറയും. പിന്നെ ഒന്നാമത്തെ കാര്യമുണ്ട്, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്നുള്ളത്. പലപ്പോഴും ഇവർ ചെയ്യണേ അങ്ങനെയാണ്, ദാനം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അവർക്കും അതിനുള്ള അവസരം, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള മനസ്സാണ് വെക്കണ്ടേ. അവരെന്തെങ്കിലും മാർഗം കാണിച്ചു കൊടുത്തിട്ട് അതിലേ തിരിഞ്ഞു പോയി നിങ്ങൾ അതിലൂടെ രക്ഷപ്പെടാൻ പറയുകയല്ല ചെയ്യണേ. ഇത് ഇവരിങ്ങനെ കൊടുത്തു നന്നാക്കാൻ ശ്രമിക്കുന്നു. അവരതിനനുസരിച്ച് ഈ കൊടുക്കുന്നവർ കുഴിയിലേക്കായി ആയി പോകുന്നു എന്നുള്ള ചിന്തയില്ല. മറ്റവർ ഈ കൊടുക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു അവസരത്തിൽ കിടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ആരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ടോ? ഇയാൾ കിടപ്പാന്ന് വല്ലവരും അറിയുന്നുണ്ടോ? അവർ പറയും അവരെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇവർ വലിയ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സഹായമായിട്ട് നടക്കുകയും ചെയ്യും. ഒത്തിരി പേരുണ്ട് കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ടുപോയി ഇതിലൊക്കെ പൈസ. കാര്യം പറഞ്ഞാൽ നല്ല പ്രവൃത്തിയായിരിക്കാം, പക്ഷെ അവനവൻ്റെ കയ്യിലെ പൈസ എടുത്ത് കൊണ്ടുപോയി ഇതിലേയും കൊണ്ടുപോയി കൊടുത്തിട്ട് വീട് നശിപ്പിക്കുന്ന എത്രയോ പേരുണ്ട്. കുറേ കഴിയുമ്പോഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ആ മനസ്സിലാകുമ്പോഴത്തേനും കാലം കുറേ കടന്നു പോയിരിക്കും. കാലം കടന്നു പോയിട്ട് പിന്നെ അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ട് ഇവരെന്ന് ജീവിക്കാനാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചാൽ അവരെ ഏതെങ്കിലും പറക്കമുറ്റിയ പിള്ളേരാണെങ്കിൽ അവരെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് കയറ്റുമോ, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ തന്നെ എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത്യാവശ്യം സഹായങ്ങൾ ചെയ്യുക ആണെങ്കിൽ അത് കുഴപ്പമില്ല. അത് ഒരു ചാരിറ്റിയായിട്ട് നമുക്ക് കൂട്ടാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമ്മളെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ കുടുംബാംഗങ്ങളുണ്ടല്ലോ, ശരിക്കും ഒരു ദുഷ്ടതയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ വീടുകളും നമ്മളെ വിശ്വസിച്ച് വന്ന നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഇങ്ങനെ ദുഃഖത്തിലാഴ്ത്താണ്ടിരിക്കുക എന്ന് പറയാം. ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാർ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്നൊക്കെ ഒന്നുകൂടെ ചിന്തിക്കുക. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇവരെന്നാന്നറിയാം, ഇവരുടെ ഈ വിഷമങ്ങൾ കേട്ടും അല്ലെങ്കിൽ ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള മെൻറ്റാലിറ്റിയൊക്കെ കണ്ടും കേട്ടും ഇവരുടെ മനസ്സിലൊരു ഡിപ്രഷൻ അടിക്കണ കാണാം. എന്നിട്ട് ഇവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാണ്ട് ഇവർക്കോ ഒന്നും ഇല്ലാണ്ടായി മൊത്തം ഈ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നശിച്ചുപോയി, മറ്റുള്ളവരെ സഹായിച്ചിട്ട് അവരും തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയിലേക്ക് അവസാനം മാനസികമായിട്ട് വേറൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവർ ഈ സേവനവും നടത്തിക്കൊണ്ട് കിടന്നിട്ട് അവരുടെ ജീവിതം കുട്ടിച്ചോറായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ എപ്പോഴും ഒരാളോട് നമ്മൾ സ്നേഹം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്തിനാണേലും അവർക്ക് അതിൻ്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒത്തിരി പേരുണ്ട്, അവരെ ആരെങ്കിലും സമീപിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് സാധാരണക്കാരനായ ഒരാൾ ഇങ്ങനത്തെ ചാരിറ്റി എന്നും പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ അത് കുടുംബം തീർന്നുപോലും. നമുക്ക് ചെയ്യാവുന്ന സഹായം, നമ്മൾ ഹെൽത്ത് കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുക. അത്യാവശ്യം വല്ല മരുന്നിനോ അങ്ങനെയുള്ളതിനൊക്കെ സഹായങ്ങൾ ചെയ്യുക. അല്ലാതെ അവരുടെ കുടുംബത്തെ മൊത്തം നന്നാക്കിയിട്ടേ നമ്മൾ അടങ്ങുള്ള ചിന്താഗതിയും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ജീവിതത്തെ അത് ഒത്തിരി ബാധിക്കും. അത് നന്നായിട്ട് ബാധിക്കും. നമ്മുടെ മക്കളും ഒന്നും അല്ലാത്തൊരവസ്ഥയ്ക്ക് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള ഇങ്ങനെ ഒരാളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഭാര്യയ്ക്ക് ചെന്നിട്ട് അവരുടെ കുടുംബത്തിൽ ചെന്ന് പറയാവോ എനിക്കിങ്ങനെ പൈസ വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നും പറഞ്ഞ് അവർക്ക് പൈസയ്ക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ആ കുടുംബക്കാർ പറഞ്ഞു നിൻ്റെ ഭർത്താവ് എന്തേ, നിൻ്റെ പൈസയില്ല, അവനോട് ചോദിക്കുക എന്ന് പറയും. നമ്മുടെ മക്കളാ ചെന്ന് ചോദിക്കണേ പറയും നിൻ്റെ അച്ഛൻ എന്നാടാ പണി എന്ന് ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കേൾക്കേണ്ട വരില്ലേ. അങ്ങനെ കേൾപ്പിക്കാൻ നമ്മൾ ഒരു മനുഷ്യനും ഇടവരുത്തരുത്. അങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഭാര്യയ്ക്ക് വരുന്ന ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ ആ ഭർത്താവിന് മനസ്സിലാവില്ല. അങ്ങനെ ഭാര്യമാർ പറഞ്ഞാൽ അവർ കള്ളം പറയണമെന്ന് ഈ ഭർത്താക്കന്മാർ പറയുകയും ചെയ്യും. ഒരിക്കലും അങ്ങനെ നമ്മുടെ കുടുംബം വിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാണ്ടിരിക്കുക, അതിനൊരു പരിധി വയ്ക്കുക. പിന്നെയുണ്ട് കുറേ കാലം കഴിയുമ്പോൾ ഈ ഭാര്യ അല്ലെങ്കിൽ അവരെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഭർത്താവിനെ വിളിക്കുമെന്ന് വെച്ചു. അയാൾ ഒരു അത്യാവശ്യ ഘട്ടം ഈ വീട്ടിൽ വന്നു, ഇയാൾ വലിയ സാമൂഹ്യ സേവനമായിട്ട് നടക്കുന്ന സമയത്ത് വിളിക്കുകയാണെങ്കിൽ ഈ ഭർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, അതെ എനിക്കിപ്പോൾ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനില്ല, നീ എന്നാ അങ്ങ് പൊക്കോ, അല്ലെങ്കിൽ ഇന്നാരെ വിളിച്ചു പൊക്കോ, അല്ലെങ്കിൽ അവരെ വിളിച്ചു പൊക്കോ എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയും കൂടെ ഉണ്ടാവും. അയാൾ എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഈ ഭാര്യനെ നാട്ടുകാർ ആരെങ്കിലും കൊണ്ടുപോയി കാണും, എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലും അല്ലെങ്കിൽ അസുഖമാണെങ്കിലും ആ നാട്ടുകാരെ ആരെങ്കിലും ആയിരിക്കും അവരെ ആശുപത്രി കൊണ്ടുപോകണം. ആ നാട്ടുകാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ കൂടെ ഈ ഭാര്യ കൂടിയത്. ശരിയല്ലേ?
ഒരിക്കലും ഇങ്ങനെ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുന്നവർ അവനവൻ്റെ വീടുകൾ നോക്കുക. നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരാളെ രക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കാല് ഉറച്ചു നിന്നിട്ട് മാത്രമേ നമ്മൾ ആ ചെളിയിൽ നിന്ന് അയാളെ പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കാലുറയ്ക്കാതെ നമ്മളും കൂടെ ആ ചെളിയിലേക്ക് ഇറങ്ങി അയാളെ രക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളും പോയി ആ ചെളിക്കകത്തേക്ക് അയാളും മുങ്ങി താഴുകയുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ താങ്ങായി തണലായി നമ്മൾ നിന്ന ശേഷം മാത്രമേ മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങാവുള്ളൂ. നമുക്ക് കുടുംബത്തിന് താങ്ങായില്ല എങ്കിൽ, നമ്മുടെ കുടുംബം ഉറച്ചു നിന്നില്ല എങ്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും തീരും. ആ രണ്ട് കുടുംബവും ഒന്നുമില്ലാതെ ചിലപ്പം അവർ അത്യാവശ്യം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. കാരണം ഈ മനുഷ്യനെ കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. ഒത്തിരി ജോലിയുള്ള മനുഷ്യർ, ഒത്തിരി ബിസിനസ് ചെയ്യുന്നവർ ഒക്കെ ഇങ്ങനെ എന്നാ പറയണേ, സാമൂഹ്യ സേവനം കൊണ്ട് പൊട്ടിപ്പാളിഷായിപ്പോയി ഒത്തിരി പേരുണ്ട് കേട്ടോ. 8 നിലയിൽ പൊട്ടും, അത് ഉറപ്പായ കാര്യം. കാരണം നമ്മുടെ കുടുംബം ഇല്ലാണ്ടായിപ്പോവും. ഒരു കുടുംബം രക്ഷപ്പെട്ടാലേ ഒരു സമൂഹത്തിലേക്ക് നമുക്കിറങ്ങി അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ സമൂഹം രക്ഷപ്പെട്ടാലേ ഒരു സംസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്കോ നമുക്കിറങ്ങി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെയാണ്. നമുക്ക് എല്ലാത്തിനും ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ആദ്യം ഫസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അത് കഴിഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ, അത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ. അല്ലാതെ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് നടക്കാതിരിക്കുക. എല്ലാത്തിനും ഒരു പരിധി. അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ചെയ്യണ കാര്യം അവർ ചെയ്യട്ടെ, നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് ഒരു പരിധി വയ്ക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാം. ചില ജോലിയുടെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഏറ്റു എന്ന് പറയും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എല്ലാം അതും എന്ന് വേണ്ട, കല്യാണം കഴിപ്പിക്കുന്ന കാര്യം, പിന്നെ ആ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി, വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരേക്കുവാണ്. ഇവർക്ക് സാധിക്കില്ല. എന്നിട്ട് ഇവരെ മറ്റുള്ളവരോട് ഇരന്നുകൊണ്ട് നടന്നിട്ട് ഇവർ കടം മേടിച്ചും ഒക്കെ ആയിട്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെല്ലുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഈ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെയുള്ള പ്രവൃത്തികൾ നിർത്തിവെക്കുക. നമ്മുടെ വീടാണ്, നമ്മളെ വിശ്വസിച്ച് വന്നവർ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. അവർക്കാണ് നമ്മളെ കൊണ്ട് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഒരു പരിധി. നമ്മൾ സഹായിക്കേണ്ട എന്നല്ല, അത് അസുഖമായിട്ട് കിടക്കണവരാണെങ്കിൽ മാത്രം അവർക്ക് എന്തെങ്കിലും സഹായം, മറ്റുള്ളവർക്കൊക്കെ പണി ചെയ്ത് ജീവിക്കാന്നേ. മറ്റുള്ളവർ അതിനായ പണിയുടെ മാർഗങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇന്ന രീതിയിൽ പോയാൽ ഇന്ന് നിസ്സാര ഇപ്പം ഏത് കടയിലാണേലും പോയി നിന്നാൽ പോലും ഒരു 10 രൂപ സാലറി കിട്ടും, 10,000 രൂപ സാലറി കിട്ടണവരെ കിട്ടും. എങ്ങനെ പോയി നിന്നാലും അതിനൊന്നും അവരെ ചെയ്യിപ്പിക്കാണ്ട് നമ്മളെല്ലാം ഏറ്റവും പറഞ്ഞ് നടക്കുന്നത് മഹാ തെറ്റായ കാര്യമാണ്. അതേപോലെ ജോലി മേടിച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് നടക്കും. ഒരിടത്തും ജോലി കിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ച് പലയിടത്തും ഇങ്ങനെ അന്വേഷിച്ച് അവരുടെ സമയത്തിൻ്റെ 3/4 ഭാഗം രാവും പകലും ഒരു ഫോൺ വിളിയോടുകൂടി ഫോൺ ബില്ല് തന്നെ എന്തോരം ആണെന്നുണ്ടെന്നറിയാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിവാകുക. ഇനി ചെയ്തു ഇനിയുള്ള കാലത്തും അവരെ കൊണ്ട് നമ്മുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെ കൊണ്ട് ഓരോ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക, അതിലെ പോകാൻ പറയുക. അല്ലാതെ എല്ലാ കാര്യവും ഒന്നും ചെയ്തു കൊടുത്ത് എല്ലാവരുടെയും സിമ്പതിയോ സന്തോഷമോ ഒന്നും മേടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ബഹുമാനങ്ങളൊക്കെ കുറച്ച് കാലേ നമുക്ക് നിൽക്കുകയുള്ളൂ. നമുക്ക് ഒരു പരിധി വരെ, നമുക്ക് പറ്റുന്ന കാലം വരെ അവർ നമ്മളെ ബഹുമാനിക്കും. നമുക്ക് പറ്റാത്ത കാലം വരുമ്പോൾ അവർ പോലും നമ്മളെ കണ്ടറിയില്ല. ഉറപ്പായ കാര്യമാണ്. നമ്മൾ പിന്നെ ഒന്ന് പറ്റില്ലാണ്ടായി നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ കാണില്ല. ഉറപ്പായ കാര്യമാണ്. പിന്നെ നമ്മളും ആ ഭാര്യയും മക്കളും ആ അച്ഛനും അമ്മയും മാത്രം കാണും, വേറെ ആരും കാണില്ല, സഹോദരങ്ങൾ പോലും കാണില്ല. അത് ഉറപ്പായ കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ വീട് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങാവുള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ ഭാര്യ മക്കൾ അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരെ സഹായിക്കുക. അല്ലാതെ എപ്പോഴും ഞാനുണ്ട്, എല്ലാം ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഏക്കാതെ ഇരിക്കുക. ഒരു പരിധി എല്ലാത്തിനും വയ്ക്കുക ജീവിതത്തിൽ.